മൈക്ക് കൊണ്ടുവരും. അല്ല, കത്തിച്ചിട്ട് ഇപ്പോൾ ഇരിക്കാം. പപ്പ എവിടെ? കുറച്ച് ചൂട്ടെടുത്ത് വെക്കേ ചേച്ചിക്ക്. അണ്ണൻ്റെ കൊടുക്കപ്പ. കോഞ്ഞോട്ട ഇല്ലടാ, കോഞ്ഞോട്ട ചൂട്ടില്ലേ? ആ മാമി ഒടുക്കം കണ്ടിട്ട് പോവുള്ളേ. ആ നമസ്തേ സാർ, നമസ്തേ സാർ. പൊങ്കാലയ്ക്ക് കത്തിക്കാനായിട്ട്. അച്ചു ഇവിടെ മൈക്ക് ചോദിച്ചിട്ട്. അച്ചു മൈക്ക് കൊടുക്ക, തിരുമേനിക്ക് കൊടുക്കായി. അത് രണ്ടെണ്ണം ഞാൻ സോപ്പിട്ട് കഴുകി വെച്ചിട്ടെന്നു. എന്തോ തുടക്കാൻ അല്ലത് വെള്ളമാണെങ്കിൽ ചെളിയാവും. ഇത് സാറ് വന്നാലും ലേഹം കുടിച്ചല്ലേ? അല്ലല്ലോ. കൊച്ചേച്ചി വരണോ? വലിച്ച് എല്ലാവരും നിറഞ്ഞ മനസ്സോടുള്ള സങ്കല്പങ്ങളോടും പ്രാർത്ഥനയോടും ഈ ചടങ്ങിലെ പങ്കാളികളാകണമെന്ന് പ്രാർത്ഥിക്കാം. പൊങ്കലത്തിൽ അമ്മയ്ക്ക് അർപ്പിക്കുന്നതായ മഹാവിദ്യമാണ്. എല്ലാവരും വരണേ. അത് ആ പൊങ്കലത്തിലേക്ക് അമ്മയ്ക്കായിട്ട് അർപ്പിക്കുന്നത് പഞ്ചരസങ്ങൾ കൂട്ടി പഞ്ചോപചാരങ്ങളോടുകൂടി നമ്മളുടെ സ്നേഹത്തിൽ ചാലിച്ച അമൃത നിവേദ്യമാണ് അമ്മയ്ക്ക് നമ്മൾ നൽകുന്നത്. അതിൻ്റെ ആ ഭാവന മനസ്സിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി സമർപ്പണത്തോടുകൂടി ചാനൽ പങ്കാളികളാകണം. നിറഞ്ഞ മനസ്സ്, തികഞ്ഞ ഭക്തി, തികഞ്ഞ പ്രാർത്ഥന, അമ്മയോടുള്ള സമർപ്പണം. ഇത്രയും ദിവസം കടപ്പള്ളിയിൽ നിവേദിക്കുന്ന ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ നിവേദ്യങ്ങൾ കഴിക്കുന്ന അമ്മയ്ക്ക് നമ്മുടെ കൈകൾ കൊണ്ടുണ്ടാക്കുന്ന നിവേദ്യം നൽകുമ്പോൾ
അതിൻ്റെ ആ പവിത്രതയും പരിശുദ്ധിയും നമ്മൾ ഓരോ അർത്ഥത്തിൽ കാണണം. വാക്കുകൾ അനക്ഷരം ഉച്ചരിക്കാതെ നമ്മുടെ അക്ഷരങ്ങളെല്ലാം നാമങ്ങൾക്ക് മാത്രമായി അർപ്പിച്ച് അമ്മയുടെ നാമസങ്കീർത്തനങ്ങളെ ജപിച്ച് തുടങ്ങി തീരുന്നത് വരെയുള്ള സമയം അമ്മയ്ക്ക് നൽകുന്ന അമൃത് എത്രമാത്രം മനോഹരമാണോ, എത്രമാത്രം ഇഷ്ടബോധ്യമാണോ എന്നത് നമ്മുടെ മനസ്സിൻ്റെയാണ്. ആ മനസ്സ് അമ്മയ്ക്കായിട്ട് അർപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ കർമ്മങ്ങൾ ചെയ്യുന്നത്. വളരെ നിഷ്ഠയോടുകൂടി പ്രകൃതി പോലും നമുക്ക് അനുഗ്രഹമായി വരണം. പരമേശ്വരിയാകുന്ന അമ്മ നമ്മുടെ അരികിൽ വന്ന ആ നിവേദ്യം സ്വീകരിക്കണം. അശുദ്ധി ഉണ്ടാവാതെ, പ്രകൃതിയാലുള്ള അശുദ്ധി വരാതെ, ശാരീരികമായ അശുദ്ധി വരാതെ, മറ്റുള്ള അശുദ്ധികളൊന്നും വരാതെ എൻ്റെ പരാമ്പികയെ ഈ ചടങ്ങ് ശുദ്ധിയോടെ പൂർത്തീകരിക്കണമെന്ന് മനസ്സിലാക്കാൻ പ്രാർത്ഥിക്കുക. ഓരോ അമൃത നിവേദ്യവും നമ്മുടെ ജീവൻ്റെ അംശമാണ്. ആ ജീവാംശത്തെ അമ്മയ്ക്കായി സമർപ്പിക്കുമ്പോൾ തികഞ്ഞ പ്രാർത്ഥനയും സമർപ്പണവും മനസ്സിലുണ്ടാവട്ടെ. നിങ്ങളുടെ ശാസ്ത്രഗതികൾ അമ്മയുടെ ശാസ്ത്രമായി കൂട്ടിച്ചേരുമ്പോൾ ജീവിതത്തിൻ്റെ പൂർണ്ണമായ അവസ്ഥയിലേക്ക് നമ്മൾ മനസ്സെത്താൻ കഴിയുക എന്നുള്ളതാണ്. ഓരോ പിടി അരിയിടുമ്പോഴും അത് നമ്മുടെ കുടുംബത്തിലെ ദാരിദ്ര്യ ദുഃഖം മാറുന്നതാണ്. ഓരോ ശരീരങ്ങളിലെ ഓരോ രസങ്ങൾ ചേർക്കുമ്പോഴും അത് നമ്മുടെ ശരീരത്തിൻ്റെ രസത്തെ വർദ്ധിപ്പിക്കുന്നതാണ്, ഐക്യത്തെ വർദ്ധിപ്പിക്കുന്നതാണെന്ന പ്രാർത്ഥനയിൽ അമ്മയ്ക്ക് നൽകുന്ന മഹാനിവേദ്യത്തെ അമൃത നിവേദ്യമാണെന്ന പ്രാർത്ഥനയോടെ കർമ്മങ്ങളെല്ലാവരും ഭാഗമാക്കുക. Karena seketika kok.